എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീന ശരണ്യെ കാണാൻ പോയതിന് ആകെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ബബിത. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിക്ക് കാഴ്ച കുറവാണ്, അതുപോലെ അമ്മയ്ക്കും കാഴ്ച കുറവാണ്, നിങ്ങൾക്ക് ജന്മന ഇങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാഴ്ച ശരിയായാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പം ദേഷ്യം വരുവാണ് ബബിതയ്ക്ക്. നീ എന്നതാ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്നെയും ദേഷ്യപ്പെടുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതുതന്നെയാണ് പറഞ്ഞത്, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്ന്, അതിനി മാറ്റം വരാനുമില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളങ്ങ് പോകും. അന്നേരം ദേഷ്യം കാരണം ഇങ്ങനെ എരച്ച് നിൽക്കുവാണ് ബബുദയെ. അങ്ങോട്ടങ്ങ് പറഞ്ഞ് ജയിക്കാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ദേഷ്യം. പിന്നീട് കുറേ കഴിയുമ്പോൾ ബബിതേനെ വൈജയന്തി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാ എന്ന്. അന്നേരം ഞാൻ വീട്ടിലമ്മേ എന്ന് പറയുമ്പോൾ കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം കോളേജിൽ പോകാൻ പോയിട്ട് പുറത്തേക്ക് പോലും ഞാനിപ്പോൾ ഇറങ്ങാറില്ല എന്ന് പറയുന്നു. നിൻ്റെ അച്ഛൻ അവിടെ തന്നെ ഉണ്ടോ, ഷോപ്പ് തുറക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെയുണ്ട്, ഇതുവരെ ഷോപ്പ് തുറന്നിട്ടില്ല, അടച്ചിട്ടേക്കുവാണ് എന്ന് പറയും. പിന്നെ വൈജയന്തി അങ്ങോട്ട് ചോദിക്കുവാണ്, അതേ ഞാനൊരു വിവരം അറിഞ്ഞായിരുന്നല്ലോ, കമലടുത്ത് എന്നെ വിളിച്ച് പറഞ്ഞതാണ്, ആ അലീന ഇന്നലെ ആ കോളനിയിൽ പോയെന്നും അവിടെയുള്ള എല്ലാവരും കൂടി അവളെ പഞ്ഞിക്കിട്ടെന്നൊക്കെ കേട്ടു, നേരാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നതാ കേട്ടത്, എങ്കിൽ കേട്ടു ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് പറയുവാണ്. ആ പെണ്ണിൻ്റെ മൂത്ത ആങ്ങള അവളുടെ തല വഴി മണ്ണെണ്ണ ഒഴിച്ച് നിർത്തി, ആ ഏലേതിൻ്റെ കയ്യിലായിരുന്നു തീപ്പെട്ടി, അവൻ ഉരച്ചിട്ട് പണ്ടാരം അത് കത്തിയുമില്ല, അതുകൊണ്ട് അവൾ ജീവനോടെ ഇരിക്കുന്നു, അവളുടെ ആയുസിൻ്റെ ബലം കൊണ്ട് എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുക, ഇന്നത്തെ കാലത്ത് തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആരാ, ഒരുത്തിൻ്റെ കയ്യിൽ ലൈറ്റർ ഇല്ലായിരുന്നോ എന്ന്. അലീന കത്തിപ്പോകാത്തതിന് സങ്കടമാണ്. അന്നേരം ബബിത പറയും, ആർക്കറിയാം, ഏതായാലും അവളെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ, അവൾ അങ്ങോട്ട് ചെന്നതും പോരാഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ആ ശരണ്യെ കണ്ട് സംസാരിച്ചിട്ടാണ് അവൾ വന്നത്, ഇത്രയും സംഭവിച്ചതിന് ശേഷവും അവളെ സമ്മതിക്കണം എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവൾക്കിത് എന്തിൻ്റെ കേടാ, അവൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ, ഈ വീട്ടിൽ ഒരു പ്രതി ഉള്ള സ്ഥിതിക്ക് അവർ വാദ്യഭാഗവും അവൾ പ്രതിഭാഗമോ, അപ്പോൾ അങ്ങോട്ട് പോകേണ്ട എന്തെങ്കിലും കാര്യം അവൾക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അവൾ തിരിച്ചു വന്നപ്പം നിൻ്റെ അച്ഛനൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ് വൈജയന്തി. അന്നേരം ബബിത പറയുന്നുണ്ട്, അച്ഛൻ അവളെ കുറേ വഴക്ക് പറഞ്ഞു, വന്നപ്പോഴേ അവൾ ഇതെല്ലാം വിശദമായിട്ട് അച്ഛനോട് പറഞ്ഞായിരുന്നു, അന്നേരം വഴക്ക് പറഞ്ഞത് എന്നിങ്ങനെ പറയും. അന്നേരം വൈജയന്തിക്കും, അയ്യോ അത്രയേ ചെയ്തോളോ, ഏതായാലും നല്ല കാര്യം, ഇതിൻ്റെ വല്ല ആവശ്യം അവൾക്കുള്ളതാണോ, അവൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, അവൾ അങ്ങോട്ട് പോകുന്നത് ശരണ്യെ എഴുന്നേൽപ്പിച്ച് നടത്താനും അവൾക്ക് ധൈര്യം കൊടുക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെയാണെന്ന്. അങ്ങനെയാണ് അവൾ പറഞ്ഞത്, അവൾ അവിടെ ജീവകാരുണ്യ പ്രവർത്തനമല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, അവളുടെ മമ്മി അതല്ലേ അവളെ പഠിപ്പിച്ചേക്കുന്നത്, അതാണ് അവളിപ്പോൾ ചെയ്യുന്നത്, എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ ബബിത പറയുമ്പം ദേഷ്യത്തോടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, അന്നേരം ഇവിടെയല്ലേ അവൾക്ക് കൂറ് വേണ്ടത്, അവളെ എഴുന്നേൽപ്പിച്ച് നടത്തി നേരാവണ്ണം ആക്കിയിട്ട് വേണം അവൾ കോടതിയിൽ കയറി നിന്ന് ഹരിക്കും രോഹിത്തിനും എതിരെ തെളിവ് കൊടുക്കാൻ, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരോട് പറയാനാമേ, ഇതൊന്നും പറഞ്ഞ് ഇവിടെയുള്ളവർക്ക് ആർക്കും മനസ്സിലാകില്ല എന്നൊക്കെ പറയുമ്പം ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നിൻ്റെ അച്ഛന് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ, അയാൾക്ക് സ്വന്തം മകൻ ജയിലിൽ കിടക്കുന്നതിന് വലിയ വിഷമമൊന്നും കാണില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്, പുന്നാര മോളല്ലേ, നീ ആ ഫോണങ്ങ് വെച്ചേരെ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അതുകൊണ്ട് ഫോൺ വെച്ചേരെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഫോൺ വെച്ചിട്ടും ഇങ്ങനെ എരച്ച് നിൽക്കുവാണ്, ദേഷ്യപ്പെട്ടിങ്ങനെ പുകഞ്ഞ് നിൽക്കുവാണ് വൈജയന്തി, കട്ടിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ ദേഷ്യം കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്ത് കിടക്കുന്ന വൈജയന്തിയെ പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വൈജയന്തി കാണാനായിട്ട് കമല വരുവാണ്. അന്നേരം ഒരു നേഴ്സ് വന്ന് പറയും, ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന്, കൊല്ലപ്പള്ളിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ കയറി പോരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നേഴ്സാണെങ്കിൽ വാതിൽ വന്നിട്ട് ചേച്ചി കയറി പോരെ എന്ന് പറയും. അതങ്ങ് കമലയ്ക്ക് ഇഷ്ടപ്പെടില്ല. കമല റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ വിളിച്ചത്, ചേച്ചിന്നോ, നീ എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രായം കുറയുമെന്നാണോ നീ വിചാരിച്ചത്, അവൾ ചേച്ചിന്ന് വിളിച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയിൽ കയറുന്നുണ്ട്. അന്നേരം നേഴ്സ് ദേഷ്യം വന്നിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോവും. പോയി കഴിയുമ്പം കമല വൈജയന്തിയോട് ഇവരൊക്കെ നിന്നെ ചേച്ചി എന്നാണോ വിളിക്കുന്നത് എന്ന്. അന്നേരം എന്നെ ആരെങ്കിലും ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അവരെ ആൻറ്റീന്ന് വിളിക്കും, അന്നേരം അവരുടെ ആ സൂക്കേടങ്ങ് തീർന്നോളൂ എന്ന് പറയുമ്പം കമല പറയുക, ചിലണ്ണങ്ങൾ ഇങ്ങനെയാന്നേ, നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി അവരങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയും. അത് കഴിഞ്ഞ് വൈജയന്തി കമലയോട് പറയുന്നുണ്ട്, ഏതായാലും കമലയുടെ അടുത്തേക്ക് വരാൻ തോന്നിയല്ലോ, ഞാനിവിടെ തന്നെ കിടന്ന് ആകെ ബോറടിക്കുമായിരുന്നു എന്ന് പറയുമ്പം കമല പറയും, എൻ്റെ കൂടെ ശിവേട്ടനും ഉണ്ടായിരുന്നു, വക്കീലിനെ കാണാനായിട്ട് വന്നതാണ്, ഈ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വക്കീലിൻ്റെ ഓഫീസ്, ശിവേട്ടൻ അവിടെയുണ്ട്, ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്നു,
നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ എന്നോർത്താണ് വന്നത് എന്ന് പറഞ്ഞിട്ട് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ആ അലീനയില്ലേ, അവൾ ഇന്നലെ ആ കോളനിയിൽ പോയി തല്ലും മേടിച്ചുകൊണ്ട് വന്നല്ലോ. അന്നേരം അവന്മാർ കത്തിച്ചിട്ട് കത്തിയില്ല പോലും. ഇവന്മാരുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ കമലയ്ക്ക് ഇത്തിരി വിഷമാട്ടോ. ആ തീ അങ്ങ് പടർന്നില്ലല്ലോ, തീ കത്തിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് പറയുവാണ്, അവൾ അവിടെ ചെന്നപ്പോൾ അവളെ രക്ഷിച്ചത് ഒരു ഓട്ടോക്കാരനാണെന്ന്. അവൾക്ക് എങ്ങനെയാണ് ആ ഓട്ടോക്കാരനുമായിട്ട് ബന്ധം, അതാ ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അവൾക്ക് കിട്ടുന്ന പൈസയല്ല ഇങ്ങനെ ഓരോരുത്തന്മാർ കൊണ്ടുപോകുമല്ലേ, അങ്ങനെയുള്ള പരിചയമായിരിക്കും, ഇത് കുറേ കാലം കൂടി ഉള്ളതായിരിക്കും എന്നൊക്കെ പറയുമ്പം കമല പറയുക, മിക്കവാറും അവൾ ഇവിടുന്ന് പോയത് അവനെ കാണാനായിരിക്കും. നാട്ടുകാരെല്ലാം കൂടി പഞ്ഞിക്കിട്ട് കഴിഞ്ഞപ്പം കഥ മാറിയതായിരിക്കും, അതാകാൻ സാധ്യത എന്നൊക്കെ പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇനിയിപ്പം അവളെ കാണാൻ തന്നെ പോയതാണെന്ന് തന്നെ വെക്കട്ടെ, അവളുടെ ഉദ്ദേശം എന്താ, അവൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം കമല പറയുന്നുണ്ട്, ആർക്കറിയാം ഇവളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന്. ഏതായാലും അവൾക്ക് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല, അല്ലെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ട് അവൻ വന്ന് രക്ഷിക്കണം. അത് കഴിഞ്ഞ് അവൻ അവളെ സ്വന്തം വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റിച്ചു, എന്നിട്ടാണ് വീട്ടിൽ കൊണ്ടുവിട്ടത്. എന്നിട്ടും അവളെ വീട്ടിൽ കയറ്റിയ ബാലേന്ദ്രനെ സമ്മതിക്കണം എന്നൊക്കെ പറയുവാണ്. അന്നേരം അത് നേരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ചോദിക്കും കമലടുത്തേക്ക് സ്നാക്സോ ചായയോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇവിടെ കിട്ടുമോ എന്ന് ചോദിക്കും. ആ ഇവിടുന്ന് ക്യാൻറ്റീനിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും കൊണ്ടു തരുമെന്ന് പറയുമ്പോൾ എന്നാൽ ഒരു കപ്പ് ചായ പറ, എത്ര നേരം ഇവിടെ ഇരിക്കാനുള്ളതാ, അതുകൊണ്ട് പറ എന്ന് പറയും. അങ്ങനെ ചായയ്ക്ക് വേണ്ടി വിളിച്ച് പറയുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് ഒരു 1-2 മണിക്കൂർ കുറ്റവും കുറവും ഒക്കെ പറയേണ്ടതല്ലേ അലീനയുടെ, അതിനുള്ള എനർജിക്ക് വേണ്ടിയാവും. പിന്നീട് അലീനയെ കാണിക്കുന്നു. അലീന കോളനിയിലോട്ട് ചെല്ലുവാണ്. അന്നേരം അലീനയെ കാണുന്നത്, അലീന കയറി ചെല്ലുന്നത് കാണുന്നത് നീ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ ഒരു സംശയം. അന്നേരം അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം പറയും, ഞാൻ ശരണ്യെ കാണാനാണ് എന്ന്. അന്നേരം അത് മനസ്സിലായി, അതെന്തിനാണ് നീ അവളെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അവളെ ധൈര്യപ്പെടുത്താനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് എന്ന്. അന്നേരം അതിൻ്റെ ആവശ്യം നിനക്ക് എന്താണെന്ന് ചോദിക്കുമ്പം അവളെൻ്റെ അനീതി ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അലീന അങ്ങ് പോകുന്നത്. അന്നേരം അനീതിയോ എന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇങ്ങനെ വായും പൊളിച്ച് നിൽപ്പുണ്ട്, എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാവും. അത് കഴിഞ്ഞ് അലീന നേരെ ഷാജിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അന്നത്തേക്കും അമ്മ ആദ്യം ഇറങ്ങി വരും. അന്നേരം അനീതി അവളെന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അകത്തുണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് കയ്യിൽ നിന്ന് ആ ചുരിദാർ എടുത്ത് കൊടുക്കും കേട്ടോ. ഇത് ഞാൻ ഇന്നലെ കൊണ്ടുപോയി ചുരിദാർ ആണ് അലക്കി ഉണക്കി തേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അന്നേരം അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് പുതിയൊരു ചുരിദാർ കൂടെ ഉണ്ട്. അന്നേരം ഇതെന്തിനാ പുതിയ ഒരെണ്ണം, ഞാൻ തന്നത് എനിക്ക് തിരിച്ചു തന്നല്ലോ, അതിൻ്റെ കൂടെ ഇങ്ങനെ എക്സ്ട്രാ ഒരെണ്ണത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ഒരെണ്ണം ഇവിടെ സൂക്ഷിച്ച് വെച്ചേരെ, എനിക്ക് ഇനിയും ആവശ്യം വന്നാലോ എന്ന്. അന്നേരം അമ്മ പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഇന്നലത്തെ ആ ആന്തൽ ഇതുവരെ മാറിയിട്ടില്ല നെഞ്ചിന്ന്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പം അലീന പറയാം, അതൊന്നും സാരമില്ല എന്ന്. എന്നിട്ട് പറയുവാണ്, ഞാൻ ശരണ്യെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. അന്നേരം അയ്യോ ഇനി അങ്ങോട്ട് പോകണോ, ഇനി ഉപദ്രവിച്ചാലോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇല്ലെന്നേ, അവരെല്ലാം പാവം ആൾക്കാരാ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് അങ്ങനെ പെരുമാറിയെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാമെന്ന് പറയും. കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും വരും, എൻ്റെ ഊണ് ഇവിടുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന അവിടെ നിന്ന് പോകുന്നത്. പോയി കഴിയുമ്പം ഷാജിയുടെ അമ്മ പറയുന്നുണ്ട്, ധൈര്യം സമ്മതിക്കണം കേട്ടോ ഈ കൊച്ചിൻ്റെ എന്ന്. അങ്ങനെ അലീന ശരണ്യയുടെ വീട്ടിലോട്ട് ചെല്ലുവാണ്. ശരണ്യ കയറി ചെല്ലുന്ന കാണുന്നത് മൂത്തയാൾക്ക് ഗോപനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കയറി ചെന്ന് കഴിയുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. ഞാൻ ശരണ്യെ കാണാനും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമാണ് എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യം നിനക്കെന്താ, നീ മറ്റവരുടെ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കൊരു ഉദ്ദേശവും ഇല്ല, അവർക്കാർക്കും ഇഷ്ടമല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതാണ് എന്നൊക്കെ പറയുമ്പം ഗോപൻ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല എന്ന്. അന്നേരം അലീന പറയും, അതെനിക്ക് മനസ്സിലായി, ഞാൻ ശരണ്യെ മാത്രമേ മനസ്സിൽ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല എന്ന് പറയുവാണ്. അന്തേയും ശരണ്യയുടെ അമ്മ ഇറങ്ങി വരും കേട്ടോ. അന്നേരം അമ്മ പറയുന്നുണ്ട്, ഗോപ അത് വന്ന് കൊച്ചിനെ കണ്ടിട്ട് പോട്ടെ, നീ അതിനെ തടയണ്ടെന്ന് പറയും. അത് അന്നേരം അലീന അങ്ങോട്ട് തിരിച്ചു ചോദിക്കുവാണ്, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ, എന്നിട്ടും ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തില്ല, ഇന്നലെ പോലീസുകാർ വീട്ടിൽ വന്ന് പരാതി കൊടുക്കാൻ എന്നെ നിർബന്ധിച്ചതാണ്, എന്നിട്ട് ഞാനത് ചെയ്തില്ല, കാരണം എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമില്ല, അതുകൊണ്ടാണ്, അതെങ്കിലും മനസ്സിലാക്കുക, ഞാൻ പരാതി കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ജയിലിൽ കിടന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഗോപൻ്റെ അച്ഛനും പറയുന്നുണ്ട്,
അത് ഉപദ്രവിക്കാൻ വന്നതല്ല, അതങ്ങ് കയറി പോട്ടെ, നീ മാറി നിൽക്കുക ഗോപ എന്ന് പറയും. അലീന അങ്ങ് കയറി പോയി കഴിയുമ്പം ഗോപൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിൽ വേറെ എന്തൊക്കെ ഉദ്ദേശം വെച്ച് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ഗോപൻ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അമ്മ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകും. റൂമിൽ ചെന്ന ശരണിൻ്റെ റൂമിൽ ലൈറ്റ് ഇടുന്ന ശരണി എന്നത്തെയും പോലെ തന്നെ ഭയങ്കരമായിട്ട് കരയുവാണ്. അതൊക്കെ അലീന അടുത്തിരിക്കും. എന്നിട്ട് എന്താ മോളെ ഇത്, നിന്നോട് ഞാൻ ഇന്നും വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ്, എഴുന്നേക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുവാണ്. അതെന്താ അങ്ങനെ നീ ചിന്തിക്കുന്നത്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, നമുക്ക് മുന്നോട്ട് നടക്കണം, എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് നീ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർ ഒരു സഹതാപം പോലെ കണ്ട് മുന്നിൽ നിൽക്കും. അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടൊന്നും ആവശ്യമില്ല, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം ആകെ വിഷമം ആ ശരണിക്ക്. എന്നിട്ട് അലീന പറയുന്നുണ്ട് നീ ഒന്ന് എഴുന്നേറ്റ്, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങ് എഴുന്നേറ്റിരിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ജീവിതത്തിനെ നല്ല ധൈര്യത്തോടെ കാണണം, മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പം ശരണി പറയുവാണ് ഞാൻ നശിച്ചു പോയില്ലേ ചേച്ചി, ഇനി എങ്ങനെയാ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് നീ നശിച്ചിട്ടൊന്നുമില്ല, നശിച്ചത് നിന്നെ ഉപദ്രവിച്ചവരാണ്, നിനക്കിനി പുറത്തു പോകാം, പഠിക്കാം, പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാം, അങ്ങനെ നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അപ്പോഴും നിന്നെ ഉപദ്രവിച്ചവർ ജയിലിലായിരിക്കും, അവരുടെ ജീവിതമാണ് നശിച്ചത്, നീ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിന്നെ സംരക്ഷിക്കേണ്ടത് ഈ നാട്ടുകാരുടെയും ഈ സമൂഹത്തിൻ്റെയും കടമയായിരുന്നു, അത് അവർ ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അങ്ങനെയും നീ ചിന്തിക്കാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പം ശരണ്യ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന്. അന്നേരം അലീന പറയും നീ ചതിക്കും എന്ന് കരുതിയല്ലല്ലോ അവൻ്റെ കൂടെ പോയത്, അവൻ ചതിച്ചു, അപ്പം അത് നിൻ്റെ തെറ്റല്ല. പെൺകുട്ടികൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നവരെ വിശ്വസിക്കും, അവർ ചതിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ, അത്രയേ ഉള്ളൂ, ഒരു തെറ്റ് എല്ലാവർക്കും സംഭവിക്കും, അതിന് നീ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അലീന പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ശരണ്യയ്ക്ക്. അങ്ങനെ ഇരിക്കുന്ന ശരണ്യെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ മനു വീട്ടിലോട്ട് വിളിക്കുവാണ്. അന്നേരം ഇങ്ങനെ പോയിട്ടുണ്ട് അലീന എന്ന് പറയുമ്പോൾ മനുവിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇന്നലെ പോയി ഇനിയും പോകും എന്ന് പറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞൊന്നുമില്ല എന്നുള്ളൊരു പരിഭവം രീതിയിൽ കൃഷ്ണമോളോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുവാണ് ഷോപ്പൊക്കെ തുറക്കാൻ വേണ്ടി. എന്നത്തെയും പോലെ തന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന SI ആണ് അന്നേരം കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.